അതിജീവിത പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്. നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നുള്ളതാണ്. അതെ, ഈ വാർത്തയുടെ ഇപ്പൊ നാട്ടിലെ സംസാര വിഷയട്ടാ. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ്. ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്, കവിത സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എങ്ങനെയുണ്ട് ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? ഞാൻ ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇതൊന്നും കൺസേൺ അല്ല. ഹൂ കേഴ്സ്? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് വിചാരിക്കും. എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ? വീട്ടമ്മയായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സഞ്ചർ ചാറ്റുകളിലെ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. കുറെ ആവർത്തിച്ച നമ്പറുകൾ ആവശ്യപ്പെട്ടു. ഞാൻ എത്ര നാളായി നമ്പർ ചോദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ? യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത്. സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. ഈ ചെറുപ്രായത്തിലുള്ള നീ എന്തെല്ലാം വൃത്തികരങ്ങളാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് അപ്പിയിടാൻ പോലും സമയം കിട്ടിക്കാണില്ലല്ലോ. നിന്നെ പോലൊരു പെരട്ട നാറിയ ചവിട്ടി കൂട്ടി ഞാൻ പമ്മി. അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? കുത്തും ആലോചിക്കണം. ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും. മതിയടോ വിളമ്പിയത്? എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന്. പിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം, നീ ഒന്നെങ്കിൽ ഹൈദരാബാദിലേക്ക് പോകാം അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകാം എന്ന 2 മെസ്സേജുകളാണ് എനിക്ക് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തീരാണല്ലേ? അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്.